ഹായ് ഗൈസ്, എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആദ്യം തന്നെ പറയാണ്. ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവാണ്. അതായത് അതിരപ്പള്ളി, മലക്കപ്പാറ, വാൽപ്പാറ തുടങ്ങി ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങി വരാനായിട്ടുള്ള ട്രിപ്പ്. ആക്ച്വലി ഞാനൊരു ചാലക്കുടിക്കാരനായിട്ട് അതിരപ്പള്ളി വരെ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എന്നെ കളിയാക്കും. പക്ഷേ ആക്ച്വലി അതിരപ്പള്ളി വരെ ഞാൻ പോയിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പോകണമെന്നൊക്കെ ആഗ്രഹിക്കും. നമ്മുടെ സാഹചര്യങ്ങളും കാര്യങ്ങളൊന്നും ശരിയാവാത്തതുകൊണ്ട് ഇതേവരെ പോകാനുള്ള ചാൻസ് ഒന്നും കിട്ടിയില്ല. എല്ലാ പ്രാവശ്യം നാട്ടിലേക്ക് പോകുന്ന സമയത്ത് വലിയ വലിയ ട്രിപ്പുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും, ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവാറില്ല. എനിക്ക് തോന്നുന്നു വലിയ പ്ലാനിങ്ങുകളൊന്നും വർക്കൗട്ട് ആവില്ല എന്ന് തോന്നണേ. സാധാരണയായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവനോടാണ് ഞാൻ ഈ ട്രിപ്പ് പോകാനായിട്ടുള്ള റൂട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാറുള്ളത്. അവൻ്റെ പേര് ഗിരീഷ് എന്നാണ്. സാധാരണ അവനെ ഗിരീഷ് എന്ന് വിളിച്ചാൽ ഇഷ്ടമല്ല, അവന് ദി ഗിരീഷ് എന്ന് വിളിക്കുന്നതാണ് അവന് ഇഷ്ടം. എന്താണെന്നറിയില്ല. ഗിരീഷിനെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ പയ്യെ പറയാം യാത്രയുടെ ഇടയിലായിട്ട്. ഇപ്പം നമ്മൾ അതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. അത്യാവശ്യത്തിന്റെ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിൻ്റെതായ ഒരു ഒഴുക്കും കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റായിട്ട് വരും. പിന്നെ ഇന്നത്തെ ട്രിപ്പ് കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ അതിരപ്പള്ളി കയറിയിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടി ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് വീഡിയോ എടുത്ത് അവസാനിപ്പിക്കുന്നത്. സാധാരണ നമ്മൾ ഈ ഹിൽ സ്റ്റേഷനൊക്കെ പോകുന്ന സമയത്ത് ഈ കുരങ്ങന്മാരൊക്കെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു സന്തോഷം കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചു വരുമ്പോൾ നമുക്ക് കാണാനും പറ്റാറില്ല. പക്ഷെ സാധാരണ ഈ അതിരപ്പള്ളി കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇഷ്ടം പോലെ കുരങ്ങന്മാരെ കാണാറുണ്ട്. അപ്പം ഇന്ന് കാണുമോ നമുക്ക് നോക്കാം. സാധാരണ ഈ ഒരു ഏരിയയിൽ ഒരുപാടെണ്ണം കാണാറുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ടൊന്നും അധികം കാണുന്നില്ല. ചിലപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയേക്കാം. വന്നയ്യ വന്നാച്ച്, നമ്മുടെ കുരങ്ങന്മാരൊക്കെ വന്നാച്ച്. ഇവർക്കൊക്കെ എന്തെങ്കിലും ഫീഡ് ചെയ്യണം നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഗ്ലാസ് തുറന്ന് ഇവർക്ക് ഫീഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ തട്ടിപ്പറിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് പിന്നെ അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്തില്ല. അങ്ങനെ നമ്മൾ അതിരപ്പള്ളി കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോകുന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ചാർപ്പ വാട്ടർഫാൾസ് എത്തിയിട്ടുണ്ട്. അതിരപ്പള്ളിയുടെ അത്ര ഒന്നല്ലെങ്കിലും ഇവിടുത്തെ വാട്ടർഫാളും കാണാനും അത്യാവശ്യം നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ചെറിയ ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ മുകളിലൊക്കെ കയറി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക വൈബും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ തമ്പടിച്ച് പോകുന്ന ആളുകൾക്കൊക്കെ ഈ സ്പോട്ടുകളൊക്കെ നിന്ന് സമയമൊക്കെ എടുത്ത് എൻജോയ് ചെയ്തിട്ടൊക്കെ പോവാം. ഓടി പഠിച്ച് പോകുന്ന ആളുകൾക്കൊക്കെ അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഇവിടെ വരെ വണ്ടി ഓടിച്ച് വന്നതിന്റെ ക്ഷീണമൊക്കെ കുറച്ച് നേരം ഇവിടെ നിന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം മാറി. അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടരാണ്. അപ്പോൾ നമ്മൾ യാത്ര തുടർന്ന് വീണ്ടും വാഴച്ചാല് ചെക്ക് പോസ്റ്റിന്റെ അവിടേക്കാണ് എത്തുന്നത്. വാഴച്ചാല് ചെക്ക് പോസ്റ്റ് എത്തിയുമ്പോൾ ഇവിടുത്തെ നിൽക്കുന്ന പോലീസുകാരൊക്കെ നമ്മളോട് ഇ പാസ് ചോദിക്കും. ഇ പാസ് നമ്മൾ മുന്നേ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതായത് TN ഇ പാസ് എന്ന് ജസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നമ്മുടെ പോണ വണ്ടിയുടെ നമ്പറും അതുപോലെ നമ്മൾ എത്ര യാത്രക്കാരുണ്ട് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ച് മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ OTP ഒക്കെ വന്ന് നമുക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു QR കോഡ് കിട്ടും. ആ QR കോഡ് ഇവിടെ കാണിച്ചാൽ മതി. പക്ഷേ ആക്ച്വലി നിങ്ങൾ മലക്കപ്പാറ പോയിട്ട് അവിടെ നിങ്ങൾ തിരിച്ചു വരണമെങ്കിൽ ഈ പാസിന്റെ ആവശ്യമില്ല. വാൽപ്പാറ പോകണമെങ്കിൽ മാത്രം ഈ പാസ് മതി. നമ്മൾ ഈ വാഴച്ചാല് ചെക്ക് പോസ്റ്റിൽ എത്തിയപ്പോഴാണ് ഈ പാസ് വേണമെന്നുള്ള കാര്യം അറിഞ്ഞത്. ആക്ച്വലി നമ്മളോട് ഈ വഴിയൊക്കെ പറഞ്ഞ ആൾക്ക് അറിയില്ലായിരുന്നു. കാരണം ആൾ ഈ റൂട്ടിൽ കുറച്ചാളായി വന്നിട്ട് ഇപ്പം അടുത്താണ് ഏകദേശം ഒരു വർഷമൊക്കെ ആയിട്ടുള്ളൂ ഈ പാസിന്റെ പരിപാടി വന്നിട്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ BSNL മാത്രമാണ് ഇവിടെ റേഞ്ച് ഉള്ളൂ. മറ്റുള്ള കണക്ഷനുകൾക്കൊന്നും ഇവിടെ റേഞ്ച് ഇല്ല. അപ്പോൾ BSNL അല്ലാത്ത വേറെ കണക്ഷൻ ആണെങ്കിൽ ഇന്റർനെറ്റ് കിട്ടാനായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് മുന്നേ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഈ പാസൊക്കെ കയ്യിൽ പിടിച്ച് വരാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ദിവസങ്ങളിൽ 500 ആളും അതുപോലെ വീക്കെൻഡ് 750 ആളെയാണ് ഇതിലേക്ക് കയറ്റി വിടണുള്ളൂ. അപ്പൊ ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പാസിന്റെ ഇത് കിട്ടില്ല. ഞാൻ ഈ ഒരു ബോർഡ് ഉണ്ട് ഇപ്പൊ ജസ്റ്റ് ഒന്ന് ചവിട്ടിയതാണ്. അതായത് വാച്ചുമരം ആദിവാസി കോളനിയിലേക്ക് പോണ വഴിയാണ്. അപ്പൊ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ നേരെ മലക്കപ്പാറ തന്നെ വെച്ച് പിടിക്കുകയാണ്. ഉള്ളിലേക്ക് പോകുന്തോറും കാടിന്റെ വശ്യത ഇങ്ങനെ കൂടി ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോയി വന്നപ്പോഴാണ് കുറച്ച് ബൈക്കൊക്കെ റോഡിന്റെ സൈഡിൽ ഇരിക്കുന്നത് കണ്ടത്. അപ്പം നോക്കിയപ്പോഴാണ് മലക്കപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ സഹായങ്ങളൊക്കെ അഭ്യർത്ഥിച്ച് വേണമെങ്കിൽ നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാം. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്തോറും കാടിന്റെ ഭംഗി ഇങ്ങനെ കൂടി വരുന്നുണ്ടോ എന്നൊരു സംശയം. നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് KSRTC ഒക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ധൈര്യം തന്നെയാണ്. പക്ഷേ ഈ സൈഡ് എടുത്ത് പോകുമ്പോൾ അങ്ങോട്ട് അത്ര ധൈര്യം ഇല്ല. അങ്ങനെ നമ്മൾ കാടൊക്കെ കണ്ടതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വന്നപ്പോൾ മലക്കപ്പാറ എന്നുള്ള ബോർഡ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മലക്കപ്പാറ പോലീസ് സ്റ്റേഷനാണ് നമ്മൾ റൈറ്റ് സൈഡിൽ കണ്ടത്. ഏകദേശം ഒരു 2:30 ആയിട്ടുണ്ട്. അതുപോലെ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ആദ്യം കണ്ട ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ കയറി. പൊറോട്ടയും മുട്ടക്കറി കഴിച്ച് രണ്ടും ഭയങ്കര മോശമായിരുന്നു. അതുകൊണ്ട് ആരോടും ഞാൻ സജസ്റ്റ് ചെയ്യില്ല ഈ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ പൊറോട്ട കഴിച്ചതിന്റെ ക്ഷീണം മാറ്റാനായിട്ട് ഈ ഐസ്ക്രീമിന്റെ പോലത്തെ മിഠായി വാങ്ങി. അതും കുറച്ച് ക്ഷീണം തന്നെയായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടീ പ്ലാന്റേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടീ പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അവിടെ നിന്ന് ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാസ് എടുത്തിട്ടുണ്ടോ അതോ തിരിച്ചിനി ഈ വഴിക്കിന് വരുന്നുണ്ടോ ഈ വക കാര്യങ്ങളൊക്കെയാണ് എന്നോട് ചോദിച്ചത്. ടീ പ്ലാന്റേഷൻ എത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തേയില നുള്ളുന്ന ആളുകളെ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. അതുപോലെ കുറച്ച് ലൈവായിട്ട് നുള്ളണം നമുക്ക് കാണണം. അപ്പോൾ നമ്മുടെ മലക്കപ്പാറയുടെ ബ്യൂട്ടി ഇവിടുന്ന് തുടങ്ങിയിട്ടുണ്ട്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. സ്വർഗത്തിൽ വന്ന പോലെ തന്നെ, ഏകദേശം മൂന്നാർ പോലെ തന്നെ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ ഒരു സ്പോട്ട് എത്തിയപ്പോൾ ചെറിയ ക്ഷേത്രങ്ങൾ കാണുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു തമിഴ്നാട് ടച്ചുള്ള ക്ഷേത്രങ്ങളൊക്കെയാണെന്ന് തോന്നുന്നത്. കാരണം ആ ഒരു രീതിയിലാണ് ഇതിന്റെ ചിത്രപ്പണികളൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം ഇങ്ങനെ പോന്ന് മലക്കപ്പാറ ഏകദേശം കഴിഞ്ഞു. ഇനി വാൽപ്പാറ ചെക്ക് പോസ്റ്റ് ആണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തമിഴ്നാടാണ് സ്റ്റാർട്ട് ആവുന്നത്.
ഈ ചെക്ക് പോസ്റ്റിന്റെ അടുത്തായിട്ട് തന്നെ ചെറിയൊരു ATM കാണുന്നുണ്ട്, അതായത് SIBയുടെ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ക്യാഷ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കയറി ഈസി ആയിട്ട് എടുക്കാം. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പാസ്, ഇവിടെ ഉണ്ടായിരുന്ന ചെക്ക് പോസ്റ്റിലുണ്ടായിരുന്ന ഓഫീസർ അത് വാങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്പോട്ടിൽ എല്ലാവരും അത് കളക്ട് ചെയ്യും. ഈ കാണുന്ന മുതലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, നാട്ടിലൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ കാട്ടിൽ കാണുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. മറ്റേ നല്ല കീരിയാണ്. കാടിന്റെ മറ്റൊരു ബ്യൂട്ടി ആയിട്ടുള്ള മ്ലാവാണ് ഈ കാണുന്നത്. കാരണം ഇത്ര അടുത്തൊന്നും വരുന്നു ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാട്ടിൽ വന്നിട്ട് ആനനെ കണ്ടില്ലെങ്കിലും ഇങ്ങനെ ഒരു മ്ലാവിനെങ്കിലും കാണാൻ പറ്റിയത് ഭാഗ്യം. നമ്മൾ ഈ നിൽക്കുന്നത് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 100 മീറ്റർ കൂടി മുന്നോട്ട് പോകുന്ന കഴിഞ്ഞാൽ അവിടെ നല്ല വ്യൂ പോയിന്റ് ഉള്ള ഒരു ഏരിയ ആണ്. അവിടെ ഞങ്ങൾ വെറുതെ ഒന്ന് വെയിറ്റ് ചെയ്തതാണ്. അപ്പോഴാണ് ഈ മ്ലാവിനെ കണ്ടത്. പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി വന്നു കഴിയുമ്പോൾ സാധാരണ കുരങ്ങല്ല, മറ്റേ സിംഹവാല കുരങ്ങുണ്ടല്ലോ, ആ കുരങ്ങിനെ നമ്മൾ വേറെ കണ്ടു. ആക്ച്വലി ഒരു പ്ലാവാണ്. അപ്പോൾ പ്ലാവിലെ നല്ല പഴുത്ത ചക്ക ഇങ്ങനെ തോണ്ടി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. കുരങ്ങന്മാരെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രകൃതിയിലുള്ള സംഭവങ്ങളൊക്കെ കിട്ടുള്ളൂ. അത് മനുഷ്യര് കൈയടക്കാത്ത എന്തെങ്കിലും കിട്ടിയ ഭാഗ്യം. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, കാരണം ഇങ്ങനെയുള്ള കായ്ക്കനികളും കൂടി ഇവർക്കായിട്ട് ഇല്ലെങ്കിൽ ഇവരെന്താണ് ചെയ്യാന്നുള്ളത്, പട്ടിണി ആവില്ലേന്ന്. പിന്നെ നമ്മൾ ആ സ്പോട്ടിൽ നിന്ന് ഇങ്ങനെ പയ്യെ ഇങ്ങനെ പോകുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ എത്തിച്ചേരണത് ഒരു ഡാമിന്റെ അടിവാരത്തിലേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രശസ്തിയായിട്ടുള്ള ഷോളയർ ഡാം. ഇത് ഞാൻ ആദ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയാനായിട്ട് എനിക്ക് ഒരു നാണമില്ല. അത്യാവശ്യം വലിയ ഡാം തന്നെയാണ്. പക്ഷെ നമ്മൾ താഴ്ത്തുനിന്ന് നോക്കിയിട്ട് കാര്യമില്ല, അതിന്റെ മുകളിലേക്ക് കയറിയാലാണ് അതിന്റെ ഡെപ്ത് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഈ ഡാമിന്റെ അടുത്തായിട്ട് തന്നെ ചെറിയ പാർക്ക് ഉണ്ട്. അപ്പോൾ ആ പാർക്കിൽ കയറി സമയം കളയാനായിട്ട് നമുക്ക് ഒട്ടും തന്നെ സമയമില്ല. അതുകൊണ്ട് നമ്മൾ നേരെ വീണ്ടും ഇവിടുന്ന് യാത്ര തുടരാണ്. പിന്നെ ഈ വഴി തന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ ഡാമിന്റെ മോൾ ഭാഗം എത്തും. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വെള്ളം കാര്യങ്ങൾ, അതിന്റെ ഡെപ്ത് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ ഞങ്ങൾ ഈ ഇറങ്ങി നിൽക്കുന്ന സ്ഥലത്തേക്കൊന്നും നമുക്ക് ഇറങ്ങാനായിട്ടുള്ള പെർമിഷനും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഈ മതിലിന്റെ, അതായത് വേലി പോലെ കമ്പി വേലി ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. അതിൽ കൂടെ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കടന്നുള്ളൂ. ഡാമിന്റെ അവസ്ഥ വളരെ മോശമാണെന്ന് ഉദ്ദേശിച്ചതിന്റെ ബലക്ഷയത്തിന്റെ കാര്യമൊന്നുമല്ല, വെള്ളം വളരെ കുറവാണെന്നാണ്. അല്പസമയം കൊണ്ട് നമ്മൾ ഈ ഏരിയയിൽ ഒന്ന് നിന്ന് ഇതിന്റെ ആ ഒരു ബ്രീസും കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് തേയില വാങ്ങാനായിട്ടുള്ള ചില കടകളൊക്കെ കണ്ടപ്പോൾ അവിടെ കയറിയില്ല. അപ്പോൾ ഏതെങ്കിലും ഇനി കട കാണുമ്പോൾ കയറാം അല്ലെങ്കിൽ വാങ്ങാന്ന് വിചാരിച്ച് ടാറ്റയുടെ നമ്മുടെ ചെറിയൊരു ഷോപ്പ് കാര്യങ്ങൾ കണ്ടപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കി. നല്ല വില ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും വാങ്ങിയില്ല. നമുക്ക് വാൽപ്പാറ സിറ്റിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നേരെ പോവാം. അതല്ല പൊള്ളാച്ചി വഴി നമുക്ക് തിരിച്ചു പോകാനാണെങ്കിൽ നേരെ തിരിച്ചിങ്ങനെ വരണം. അപ്പോൾ നമ്മൾ പൊള്ളാച്ചി വഴിയാണ് പോണത്. അപ്പോൾ നമ്മൾ നേരെ ലെഫ്റ്റിലേക്ക് എടുക്കുകയാണ്. ആക്ച്വലി പൊള്ളാച്ചി വഴി ഒന്ന് കറങ്ങി വരാനായിട്ട് 2 കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഈ റൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്ന നമ്മുടെ ഗിരീഷ്, അതായത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ അവനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവനെ പറഞ്ഞത് അതിലെ ഒന്ന് കുറച്ച് വഴി കൂടിയാൽ നല്ല വഴിക്ക് തിരിച്ചു വരാം എന്ന്. അതുകൊണ്ട് തന്നെ അങ്ങനെ സെറ്റാക്കി. പിന്നെ അത് മാത്രമല്ല 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മലക്കപ്പാറ ഞങ്ങളുടെ ആരും കയറ്റി വിടില്ല ആ വഴിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വഴിക്ക് തന്നെ പോവാന്ന് വിചാരിച്ചു. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് കുറച്ച് നാൾ മുന്നേ അധ്യാപികമാരെ പോയിട്ട് ട്രാവലർ മറിഞ്ഞുണ്ടായ ആ ഒരു ഹെയർ പിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ വഴി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോണ വഴിയാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാലോ എന്നുള്ളൊരു കൗതുകം കൊണ്ട് കൂടിയാണ്. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് സൈഡ് ആക്കിയതാണ്. ഇവിടെ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് അതിൻ്റെ ആ ഒരു ബ്യൂട്ടിയൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസമൊക്കെ ഇതിൻ്റെ ഇടയിലുള്ള വല്ല റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമ്മൾ നിൽക്കണം. എന്നാലാണ് നമുക്ക് ഈ വൈബൊക്കെ മുഴുവനായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നണത്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ചെറുതായിട്ട് കോടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലേക്കാണ് പോണത്. ചിലപ്പോൾ മുകളിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കോട കിട്ടാം. യെസ്, ഒന്നും പറയാനില്ല, അടിപൊളി കോട ഇവിടുന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്. കാരണം നമുക്ക് കുറച്ചും കൂടി വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, പയ്യെ പോവാം. തമിഴ്നാട് പോയി കഴിഞ്ഞാൽ ഒരു ബ്രെഡ് ഓംലെറ്റ് അത് നിർബന്ധമാണ്. അപ്പോൾ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. കാരണം വേറെ അവിടെ ഉണ്ടായിരുന്ന കഴിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഈ ബ്രെഡ് ഓംലെറ്റ് കഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കൊരു കൊതി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ചായയും കൂടി കുടിച്ച് നമ്മൾ നേരെ വീണ്ടും യാത്ര തുടർന്നു. ഇപ്പോൾ ഈ ഏരിയയിലൊക്കെ നല്ല കോടയാണ് കേട്ടോ, അടിപൊളി കോടയുണ്ട്. പിന്നെ ആ ചായക്കടക്കാരൻ പറഞ്ഞത് ഇന്നലെ വരെ ഇവിടെ കോട ഉണ്ടായിരുന്നില്ല, ഇന്നാണ് ആദ്യമായിട്ട് കോട വന്നെന്നാൽ. അതല്ലെങ്കിൽ നമ്മളൊക്കെ വരുമ്പോഴാണ് ആ ഭാഗ്യമൊക്കെ വരുള്ളൂ. പിന്നെ ഈ ഒരു ഏരിയയിൽ ഇതിപ്പോൾ കണ്ട നമ്മളൊരു മയിലിനും കൂടി കണ്ട സൈഡിലായിട്ട് ആ ഒരു മതിലിൻ്റെ മുകളിൽ ഒരു മയിലും കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ പിന്നെ ആ കോട മൊത്തത്തിൽ അങ്ങോട്ട് പോയി. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ മലയൊക്കെ ഇറങ്ങി തുടങ്ങി. അതായത് ഹെയർ പിന്നൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇറങ്ങി തുടങ്ങി. മൊത്തം 40 ഹെയർ പിന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കെയർഫുൾ ആയിട്ട് ഓടിക്കുക, എന്നാലും അല്ലെങ്കിൽ പിന്നെ വെറുതെ പണി വാങ്ങി വെക്കണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഹെയർ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് അടിപൊളി ഒരു സ്പോട്ട് എത്തി. അപ്പം നമ്മൾ അവിടെ നിന്ന് വെറുതെ ചവിട്ടി അടിപൊളി ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ടൊക്കെ നല്ല പറ്റിയൊരു ഏരിയ. ആക്ച്വലി ഞാൻ പാർക്ക് ചെയ്തത് ഒരു വളവിലാണ്. അപ്പോൾ വളവിലൊന്നും പാർക്ക് ചെയ്യാൻ പാടില്ല, എന്നാലും പിന്നെ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ അങ്ങനെ ചവിട്ടിയെന്നുള്ളൂ. അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് അങ്ങോട്ട് യാത്ര തുടർന്നു. ഇപ്പോൾ നമ്മുടെ ഹെയർ പിൻ 19 ആയിട്ടുണ്ട്. ഓരോരോ ഹെയർ പിന്നിലും ഓരോ ബേഡിൻ്റെയും അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളുടെ ഒക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയ മെസ്സേജ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് വളരെയധികം നന്നായിട്ടുണ്ട്. ഇങ്ങനെ ഓരോരോ ഹെയർ പിന്നൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് വരുന്നുണ്ടെങ്കിലും എന്താണെന്നറിയില്ല, മനസ്സിൽ ചെറിയൊരു പേടിയുണ്ട്. നമ്മുടെ മുമ്പ് പറഞ്ഞ മറ്റേ ആക്സിഡൻറ്റ് കേസ് ഉണ്ടല്ലോ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി 13-ന്ന്
9ലേക്കാണ് മറഞ്ഞത്. അപ്പോൾ ആ ഒരു സ്പോട്ടിൽ ഇങ്ങനെ വരുന്തോറും നമ്മുടെ മനസ്സിൽ ചെറിയൊരു ചങ്കിടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല കൂടെയുള്ള ആൾക്ക് ധൈര്യം കൂടി ഇല്ലെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത്ര നേരം പേടിയോടെ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ഹെയർ പിൻ ഇതാണ്, അതായത് 13-ാം നമ്പർ. ഇവിടുന്ന് 9-ാം നമ്പറിലേക്കാണ് വണ്ടി പോയി എന്ന് പറയണത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ഡെപ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്കൊക്കെ കാണാം. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും ഇനി ഹെയർ പിന്നാണ്. അപ്പോൾ എത്ര ഡീപ്പായിട്ടാണ് ആ വണ്ടി മറിഞ്ഞതെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇപ്പം നമ്മൾ എത്തിച്ചേരുന്ന ഈ ഒരു ഹെയർ പിന്നാണ് നമ്പർ 9. ഇവിടേക്കാണ് ആ ഒരു ട്രാവലർ മറിഞ്ഞു എന്ന് പറയുന്നത്. അതായത് 13-ന്ന് ചാടിയിട്ട് 9 വരെ. അങ്ങനെ നമ്മൾ ഹെയർ പിന്നൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ വാൽപ്പാറയുടെ മറ്റേ സൈഡിലുള്ള ചെക്ക് പോസ്റ്റ് കൂടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരെയുള്ള കാട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നാടാണ്, അതായത് തമിഴ്നാട്. അങ്ങനെ നമ്മൾ പയ്യെ പോകുന്ന ഒരു ഹോട്ടലിൽ കയറി. കാരണം എന്താ വെച്ചാൽ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്, നല്ല വിശപ്പ്. അപ്പം ഞാനൊരു പൊടിദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല സ്പൈസി ആയിട്ടുള്ള പൊടിദോശ. 90 രൂപയാണ് പൊടിദോശയ്ക്ക്. നല്ല സ്പൈസി തന്നെയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 1 ഡേ പ്രോഗ്രാമായ അതിരപ്പള്ളി മലക്കപ്പാറ വാൽപ്പാറ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.